അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. സ്വിറ്റ്സർലൻഡിൽ ജനിച്ചു വളർന്ന നീതു സംഗീത മേഖലയിലാണ് മികവിന്റെ കിരീടം ചൂടിയത്. പാട്ട് ശാസ്ത്രീയമായി പഠിക്കാതെ തന്നെ ചലച്ചിത്ര പിന്നണി ഗാന ശാഖയിൽ ഹരിശ്രീ കുറിച്ച ഈ ഗായിക ഇപ്പോൾ കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ബിസിനസ് അനലിസ്റ്റാണ്. ആത്മീയ ഗാനങ്ങൾ ആലപിച്ചും മ്യൂസിക് ഷോകളുടെ ഭാഗമായും ഈ പാട്ടുകാരി ഈ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. മികച്ച സംഗീത ട്രൂപ്പുകളിലും സ്വരസാന്നിധ്യമായി മാറുന്ന നീതു പാടുന്നതിനു പുറമെ പാട്ടെഴുതുകയും ചെയ്യും. ഡ്രീം പാഡ് എന്ന കുട്ടികൾക്കായുള്ള സംഘടന രൂപപ്പെടുത്തി സമൂഹത്തിൽ വേറിട്ട വ്യക്തിത്വമാകുകയാണ് ഈ അനുഗ്രഹീത കലാകാരി. നീതുവിന് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹസ്വാഗതം. പെണ്ണെ എന്നുള്ള പാട്ട് പാടിയ ആളാണ് അല്ലേ? ഞാനാണ്. അത് ശരി. പക്ഷെ ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പൊ എനിക്ക് പലപ്പോഴും ഫ്രീക്ക് പെണ്ണെ പാട്ടിനെ പറ്റി തോന്നിയെന്ന് വെച്ചാൽ നല്ല ഉഗ്രം പാട്ടാണെങ്കിലും ഇത് അംഗീകരിക്കാൻ ഒരു മടിയുണ്ടല്ലോ ആൾക്കാർക്ക് ചില സമയത്ത്. അംഗീകരിച്ചിട്ടുണ്ട്. അല്ലല്ല, അങ്ങനെ ഒരു ആൾക്കാർ കുറച്ച് ഇത് അത്രയും ഇതല്ല. കാരണം ഭയങ്കര രസമായിട്ട് ഷാൻ കോമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഉഗ്രം പാട്ടാണ്. അത് മാത്രമല്ല വരികളിൽ ഒരു കല്ലുകടി ഇല്ലാത്ത വരികൾ കൊണ്ടുപോയ പാട്ടുമാണ് അല്ലേ? അപ്പൊ പലപ്പോഴും മറ്റേ ഓൺലൈനിലൊക്കെ ഞാൻ പലപ്പോഴും ഇത് കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഇത് കുറച്ചൊരു മടിയുണ്ട് ചില ആൾക്കാർക്ക് എന്നുള്ളത് അല്ലേ? പക്ഷെ ഭയങ്കര. എന്നിട്ട് എത്ര വ്യൂസ് ആയിരുന്നു നീതു ആ പാട്ടിന്? ഞാൻ എണ്ണിയില്ല, എപ്പോഴോ 3.5 മില്യൺ എങ്ങാണ്ട് വ്യൂസ് പോയി അല്ലേ? അതിൽ കൂടുതൽ കയറി. ആ പാട്ടൊന്ന് കേട്ടിട്ട് പോവാം അല്ലേ? കൂടെ പോന്നാലോ ലൈഫ് ഫുള്ള ജോലി ബേബേ. എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നോട് കൂടെ പാടടി പെണ്ണെ. എന്നോട് കൂടെ പാടുമ്പോ ലൈഫ് ഫുള്ള ജോലി ബേബേ. എടി പെണ്ണെ എടി പെണ്ണെ എടി പെണ്ണെ എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ. എടി പെണ്ണെ എടി പെണ്ണെ എടി പെണ്ണെ എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാലോ ഇത് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ വിചാരം കേട്ടോ. ഭയങ്കര ഫുൾ സ്ട്രെച്ച് അങ്ങനെ. ഇത് പാടിയ സത്യജിത്തിന് നീതു ആൻഡ് സജിത് രണ്ടുപേരും. പക്ഷെ ഞാൻ ഡൗട്ട് ചോട്ടെ, അപ്പൊ നീതുവിനെ ഈ പാട്ടിന് സെലക്ട് ചെയ്യാൻ ഷാൻ കാരണം എന്താ? ആക്ച്വലി ഷാനിക്കാനെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. ഹീസ് ബിൻ എ ഫാമിലി ഫ്രണ്ട് ഫോർ ഒരു 10-11 വർഷമായിട്ട്. പക്ഷെ അങ്ങനെ പാടും എന്നുള്ള രീതിയിലൊന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് ഒരു പാട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്, ചുമ്മാ പാടി നോക്കി, അങ്ങനെ ഇറ്റ് ഹാപ്പൻഡ്. ഭയങ്കര റാൻഡം ആയിരുന്നു. ഇതാണോ ഫസ്റ്റ് പാടിയ പാട്ട്? ഇതാണോ? ആക്ച്വലി അല്ല, മൈ സ്റ്റോറി എന്ന് പറയുന്ന മൂവിയിൽ ഒരു ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് പേര് വന്നിട്ടില്ല. സോ ഐ കാൺട്ട് ക്ലെയിം ഇറ്റ്. എൻ്റെ പാട്ടായിട്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതില് ട്രാക്ക് പാടിയിരുന്നു അല്ലേ? ഇപ്പോ സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ലേ? ശ്രമിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാക്കനാട്. അപ്പം സൈഡിലൂടെ പറ്റുമ്പോ ഒക്കെ പാടുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ബാൻഡില്ല, പക്ഷെ വേറെ ബാൻഡുകളുടെ കൂടെ ഫീച്ചർ ചെയ്ത് പാടുന്നുണ്ട്. ഒരു ടീം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ 2 ഫ്രണ്ട്സ് കൂടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെഷൻ വെക്കാം അല്ലേ? യെസ്. ആൻഡ് അതൊരു മെഡ്ലി ആണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് എനിക്ക് ഒരു മെഡ്ലി സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ആലോചിച്ചു. കുറേ റാൻഡം പാട്ടുകൾ എടുത്ത് പാടുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഷാനിക്കയാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ കാരണം. ഷാനിക്കനിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഐ വുഡൻ ബി ഹിയർ.
സോ ഷാനിക്കയുടെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് സോങ്സിന്റെ ഒരു മെഡ്ലിയാണ് എനിക്കൊരു ട്രിബ്യൂട്ടായിട്ട്. ഓക്കെ, അപ്പോൾ ഷാൻ ഒരു ട്രിബ്യൂട്ട് റൈറ്റ് ഹിയർ ഓൺ കോമഡി. കഥകൾ ജീവന്റെ ഏടുകളിൽ വിരിഞ്ഞൊരു കഥകൾ നിൻ കാതിൽ ചൊല്ലുന്നിതാ. കരിയും തൂവെള്ളച്ചായങ്ങളും കലർന്നൊരാ കാലം കറക്കുന്നിതാ. എൻ കണ്ണുനീരും എൻ സ്വപ്നങ്ങളും ഉൾപുഞ്ചിരിയും എൻ നീരും നുണകളും ചേരും കഥ ഈ നീ അറിയാൻ എൻ മേഘമൗനം പെയ്യുന്നിതാ. Let me tell you my story, my story, my story. Oh, let me tell you my story, my story. ശിശിരം തലോടുന്നൊരീ സന്ധ്യയിൽ മഴവേ നിറമാകുമീ സന്ധ്യയിൽ ചിറകോടു ദൂരെ പറന്നോട്ടെ ഞാൻ. മേഘമേ മേഘമേ തോളേറിപ്പോരാനിൻ ചാരേവാ. തേടാനായൊരു തീരങ്ങൾ താ. Let me tell you my story, my story, my story. പൊട്ടുതെന്നൽ മെല്ലെ തൊട്ടുണങ്ങിപ്പോകെ പൊട്ടണഞ്ഞു നിൽക്കും മുട്ടലഞ്ഞു പോയോ. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോക്കുന്നാടേ സ്വർഗം തന്നെ നീയേ. തീരത്തേതോ നാളിൽ പണ്ടേ
ഇഷ്ടം തേടി അലഞ്ഞെന്നോ മേഘത്തേരിൽ വെണ്ണിൽ തോറും മേഘത്തെല്ലാം പൊറിയാതെ പൊന്നിൻ കാണിക്കുന്ന അടിമുടി പൂത്തുരുക്കും ചങ്ങും വീതും കടമിന്നൽ കൊടിയാരികളെ കനവിലോ കുളിരുമായി മണരുമീ മുഖമിനി മഷി തൊടാമിഴിയില്ലോ പരളുകൾ പിടയവേ അരുണമാം കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളാൽ ഒഴുകിയോ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനും. Thank you so much. ഫുൾ ഫീലിൽ കൊണ്ടുപോയി സെലക്ഷൻ ഓഫ് സോങ്സ്, അതുപോലെ ആ മൈ സ്റ്റോറി കറക്റ്റ് ആയിട്ട് അതിനകത്ത് മേജ് ചെയ്തിട്ടൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു. കുറച്ചുകൂട്ടാ ഞാൻ നീതുവിൻ്റെ പെർഫോമൻസ് നേരിട്ട് കണ്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഒന്ന് എടുത്തു പറയുന്നത്, ആദ്യത്തെ ഒരു പാട്ടിൻ്റെ തീപ്പൊരി പാട്ടിന് ഒരു നിറഞ്ഞൊരു കയ്യടി തരികയാണ്. കാര്യം താങ്ക് യു സോ മച്ച്. അതെങ്ങനെ വന്നാലും ഉടക്ക് വരുന്ന വരികളാണ് ആ പാട്ടുകളൊക്കെ. അത് നീതു അവിടെ നിന്ന് പാടുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിന്ന് നമ്മളോട് എനിക്ക് തോന്നുന്നു മിഥുനോട് എന്താ വർത്താനം പറയുന്നു എനിക്ക് ഫീൽ ചെയ്തത്. വളരെ സിമ്പിളായിട്ട് മിഥുന് തലയൊക്കെ ആട്ടുന്നുണ്ട്. എന്താ ഭയങ്കര നിങ്ങൾ തമ്മിൽ എന്താ സംസാരിക്കുന്നത്. പക്ഷേ പാട്ടിൻ്റെ ഉള്ളൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അത് സൗണ്ട് എന്ന് പറയുന്നത് നമുക്കെന്താ പറയുന്നത്, ഒരു ഇപ്പോൾ പാടാതിരിക്കുകയാണോ അപ്പോൾ വേറെ വർക്കിന് നിൽക്കുകയാണോ ഇപ്പോൾ, അതോ ഗാനമേളയ്ക്ക് വേറെ പ്രോഗ്രാം ഒന്നും പോകുന്നില്ലേ? ഞാൻ ഷോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ റെഗുലർ ആയിട്ടല്ല, വർക്ക് ഉള്ളത് കൊണ്ട് വീക്കെൻഡ്സിലൊക്കെ. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയുള്ള ട്രിബ്യൂട്ടായിരുന്നു. അത്രയ്ക്ക് മനോഹരമായ വോയിസും മനോഹരമായ പാട്ടുകളുമായിരുന്നു. പിന്നെ അതിലുപരി നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് വിളിച്ച പാട് ഓടി വന്ന് സെറ്റ് ചെയ്ത് തന്ന രണ്ടാൾക്കാരാട്ടോ. എന്നാലും ഗംഭീരം വരുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്. നല്ല വോയിസ്, നല്ല ഫീല്, അടിപൊളി, സൂപ്പർ. ഇത് ഭയങ്കര സ്റ്റൈലൈസ് ചെയ്തിട്ടാണ് പാടുന്നത്, ഒരു പ്രത്യേക രീതിയിലാണ്, നല്ല സ്റ്റൈലായിട്ടാണ് മൂവ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഡാൻസ് ചെയ്ത് പാടുന്ന ആളാണെന്ന് തോന്നുന്നു നന്നായിട്ട്. അങ്ങനെയൊന്നുമില്ല, ഡാൻസ് കളിക്കും. പക്ഷെ എനിക്ക് തോന്നി കാരണം വെച്ചാലേ വലിയ അനക്കമില്ലാതെ അവിടെ മിഥുന്റെ ഒരു സൈഡിൽ ചെറുതായിട്ടൊരു മൂവ്മെന്റ് മാത്രമുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ട് സ്റ്റേജിൽ ചേട്ടൻ കൂടെ കളിച്ചായിരുന്നെങ്കിൽ എന്തായാലും ഡാൻസ് ഉറപ്പായിട്ട്. നമ്മളിപ്പോ ഈ മണ്ണിലിന്റെ കാതൽ എന്നുള്ള ആ പാട്ട് ഒറ്റ ശ്വാസത്തിൽ പാടുന്നത് ഹരിമുരളീധരനാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതുപോലെ ഒറ്റ ശ്വാസത്തില് ഈ പാട്ട് പാടി തുടങ്ങിയപ്പോൾ എവിടെ നിർത്താൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് ഇപ്പോൾ അപ്പൊ രണ്ടുപേരും അവന് പാടിയിട്ട്, എന്നാലും അത് നന്നായിട്ട് പാടി, അസലായിട്ട് പാടി. ഈ മെഡലി ഇത് ഷാൻ റഹ്മാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് ഗംഭീരമായിട്ട് ചെയ്തു. ഇപ്പോൾ കൂടെയുള്ള രണ്ടുപേരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മിഥുൻ ചേട്ടാ ഷാനിക്കയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു ട്രിബ്യൂട്ട് ചെയ്തു, പക്ഷെ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് മിഥുൻ ചേട്ടന് വേണ്ടി ഒരു 2 ലൈൻ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ കോമഡി ഉത്സവം കാണാറുള്ള ഒരാളാണ്. മിഥുൻ ചേട്ടൻ്റെ ഒരു ഫീച്ചർ ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ഫീച്ചറാണ് അത്. പാട്ട് പാടുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാ. എന്താ കാര്യം മനസ്സിലായോ? എന്താ കാര്യം മനസ്സിലായോ? ഏത് പെർഫോമൻസ് കഴിഞ്ഞാലും മിഥുൻ ചേട്ടൻ ഇത് 2 മാറി മാറി ഇടുന്നുണ്ട്. അത് ഈ പാട്ടിനാണ് എടുത്തെന്ന് എങ്ങനെ മനസ്സിലായി? കണ്ടുപിടിച്ചു. ഒരിക്കൽ കൂടി നീതു, താങ്ക്സ് ഫോർ കമ്മിങ് ഫസ്റ്റ്. പറഞ്ഞതുപോലെ നമ്മളെ ഫുള്ളായിട്ട് കോമഡി ഉത്സവത്തിന്റെ മൂഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ പറഞ്ഞ വേറൊരു ലൈനിലായിരുന്നു, ഒരു പ്രോപ്പർ കവർ സോങ്സ് ഒക്കെ കാണുന്ന രീതിയിൽ തന്നെ ചെയ്തിരുന്നു. ഈ പെർഫോം സോ വെൽ കേട്ടോ എല്ലാവരും. അദ്ദേഹത്തിന്റെ പേര് മാത്രം പറഞ്ഞില്ല, കീർത്തൻ. കീർത്തൻ നെബിൻ. താങ്ക് യു കേട്ടോ. താങ്ക്സ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും നല്ലൊരു ഗൈഡ് കൊടുക്കും. നീതു Yeah.